കൊലോസ്യ സഭ നിന്നിരുന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കയറി കുറേ റിമൈനിങ്സ് ഒക്കെ പഴയകാലത്തെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ആ കൊലോസ്യ സഭയുടെ ശേഷിപ്പുകളാണ് അവിടെ കാണുന്നത് എന്നുള്ളത് പറഞ്ഞു. അവിടെ എക്സ്കവേഷൻ നടത്തിയാൽ അനേക നിലയിലുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഗൈഡിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തോന്നുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പോയിലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. കൊലോസ്യന് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വേദഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഞാനിപ്പോൾ ഹിരപ്പോലിസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. ഈ പട്ടണത്തിൻ്റെ അനേക അവശിഷ്ടങ്ങൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ കാണുവാൻ കഴിയും. അന്ന് ഞങ്ങൾ പോയപ്പോൾ നല്ല മഴ പെയ്ത് ഒരു വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ഒരു ചെറിയ മിനി ബസ്സിൽ ഞങ്ങൾ ഉള്ളിൽ പോയി ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നടന്നു പോകുന്ന എളുപ്പമല്ലാത്തതുകൊണ്ട് ഒരു മിനി ബസ്സിൽ ഇതിൻ്റെ മുകളിൽ വന്നെത്താമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് വന്നതെന്നാൽ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. കാര്യം മഴ പെയ്തതുകൊണ്ട് ബസ് ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തിയിട്ടിട്ട് പിന്നെ നടക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നടക്കാൻ കഴിവുള്ളവർ നടന്ന് മുകളിൽ കയറാമെന്നുള്ളൊരു ചിന്തയിലാണ് നടക്കുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥിതിയായിരുന്നു. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന നിലയിൽ എനിക്കും ബന്ധപ്പെടേണ്ടതായിട്ട് വന്നു. ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഫിലിപ്പോസിനെ അടക്കിയ സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ടർക്കിയിൽ അനേക സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ ചെയ്യുകയും ആ നിലയിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ അനേക സത്യങ്ങൾ നമുക്ക് കുറേ കൂടെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ വരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ലവോദിക്കയിൽ നമുക്കറിയാം അനേക ചൂടുറവുള്ളത് നമ്മൾ കാണുന്നത് ചൂട് ഉറവുകളിൽ നിന്ന് ആവി ഇങ്ങനെ പൊങ്ങുന്നതായിട്ടുള്ള കാഴ്ചയാണ്. അതിനുശേഷം അവിടെ ലൈം സ്റ്റോണുകൾ, വെള്ളക്കല്ലുകൾ, ലൈം സ്റ്റോൺ കാണാൻ കഴിയും. അതിൻ്റെ ഒരു വലിയ ഡിപ്പോസിറ്റ് നമുക്ക് ആ ഭാഗത്തെല്ലാം കാണാൻ കഴിയുന്നതാണ്. അതാണ് ഇപ്പം നമ്മളവിടെ കണ്ടത്. ഇപ്പോൾ ഹീരോപോലിസിലാണ് നാം പറഞ്ഞതുപോലെ. ഹീരോപോലിസും ലവോദിക്കയും വളരെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്താണ് ഫിലിപ്പോസിനെ, സുവിശേഷകനായ പ്രവർത്തന പുസ്തകത്തിൽ നാം കാണുമ്പോൾ അവിടെ സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പോസിനെ അടക്കിയ കല്ലറയും ഫിലിപ്പോസിന് നാമത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. എന്നാൽ പള്ളിയുടെ ചില അവശിഷ്ടങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ കല്ലറ വളരെ വ്യക്തമായിട്ട് കാണുന്നു. മുൻപിൽ കാണുന്ന ആളുകൾ അങ്ങോട്ട് നടന്നു പോകുന്ന ആ സ്ഥലം അങ്ങോട്ട് കാണുന്നതാണ് ആ കല്ലറയുടെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ആ കല്ലറ നമുക്ക് അടുത്ത് തന്നെ ചെന്ന് കല്ലറയുടെ ഉൾവശമൊക്കെ നമുക്ക് കാണാം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറ്റില്ല. അവിടെ ഇരുമ്പ് ഗേറ്റ് ഇട്ടുണ്ടത് അവർ ബ്ലോക്ക് ചെയ്തേക്കുക. എന്നാൽ അതിൻ്റെ ഉൾവശം നമുക്ക് കാണാം. ഇപ്പോൾ മുൻപോട്ട് പോയി ആ ഉൾവശം നിങ്ങളെ കാണിക്കാം. Normally we calculate the theater capacity to show us the population of the city. So if you calculate it 10 times, so 150,000 people can be the population of the city. 150. So the capacity of the theater is 15,000 people. This is none of the Hellenistic theater, because in Roman Empire they could
നാം ഇപ്പോൾ കാണുന്നത് വയലിലെ താമരയാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്, താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ കാര്യങ്ങൾ എത്രയോ വാസ്തവവും സത്യവുമാണെന്നുള്ളത് ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പുഷ്പങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പീരാപ്പോലിസിലെ ഒരു ചൂട് ഉറവയുടെ അടുത്തേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാഴ്ചകൾ തുടർന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഈ നിലയിൽ കാണാം. ചൂട് ഉറവയാണത്. Please come together. Yes, 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 you can start. Okay, so now we are in the hell. Welcome to the hell. Oh dear. Yes, in ancient time, here considered as the entrance gate of the hell. So that's why Hades and Kerberos is here. Hades. Sorry. In mythology, Yeah. with area, the god Apollo. Here is one of the different sites in Anatolia to see. That's why I pick here. We will see the gate, the necropolis, everything similar to the ancient cities, but you won't see any hell gate. In ancient time, they believed here was the entrance gate of the hell because of this hot spring and the natural gases comes from the ground. In antiquity, people were coming here to sacrifice animal for the gods, and because in the morning, the gas spread around, and anyone can die if try to go in. But in the evening, because of the carbon dioxide over there, because of the cold weather, stays in the ground, it only kills animals. That's why the priests work in here. They sacrifice animal at night. They entered inside, the animal passed away, but the priest was alive. And they showed like a miracle. They showed, you see, this is the entrance of the gate. I am the priest of Hades. The Hades sacred area. So it was related to desert. But there is 80% So that's why in the morning it spreads around, but in the evening, because of the cold weather, it stays in the ground. And it only kills animals, like or short people who can inhale it easily, rather than the people, like kids. So നാം കാണുന്നത് ചൂട് ഉറവകളാണ്, ഹോട്ട് വാട്ടർ സ്പ്രിങ്. അതിൻ്റെ ഇറമ്പിലോട്ടാണ് നാം ഇപ്പോൾ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങി കാലൊക്കെ ഒന്ന് മുക്കി തിരികെ പോരാമെന്നുള്ള ഉദ്ദേശത്തിലെ ആളുകളൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. തന്നെയല്ല, ചുണ്ണാമ്പ് കല്ലുകളുടെ ലൈം സ്റ്റോണിൻ്റെ വളരെ അധികം ശേഖരവും കാണുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് ആ ഭാഗം കണ്ട് മടങ്ങിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.